ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പർ തിയറി എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ക്രിപ്റ്റോഗ്രഫിക്കകത്ത് നമ്പർ തിയറി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. നമ്പർ തിയറി കൺസെപ്റ്റ് നിങ്ങൾ മാത്സിലൊക്കെ കുറച്ച് മനസ്സിലാക്കിയിട്ടുള്ളതായിരിക്കും. എന്നാൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്പർ തിയറി അതിനകത്ത് ആദ്യത്തെ നിങ്ങൾ അറിയേണ്ട കാര്യം പ്രൈം നമ്പേഴ്സ് എന്താണെന്ന്. പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ് പ്രൈം നമ്പേഴ്സ്? ആർ നമ്പേഴ്സ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ 1 ആൻഡ് ദാറ്റ് നമ്പർ ഓൺലി, അല്ലേ? ആ നമ്പറും ഒന്നും കൊണ്ടല്ല വേറെ ഒന്നിനെയും കൊണ്ട് നമുക്ക് പ്രൈം നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. മറ്റുള്ള നോൺ പ്രൈം നമ്പേഴ്സിനെ നമ്മൾ പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പേഴ്സ്. അപ്പം 3, 5, 13 ഇതൊക്കെ എന്താണ്? പ്രൈം നമ്പേഴ്സാണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, പ്രൈം നമ്പേഴ്സ്. ഇനി രണ്ടാമത്തെ ടോപ്പിക്ക് GCD ഓഫ് എ നമ്പർ ഓഫ് 2 നമ്പേഴ്സ്. എന്താണ് GCD എന്ന് പറഞ്ഞാൽ? GCD ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസേഴ്സ്. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസേഴ്സ് ഓഫ് 2 നമ്പേഴ്സ്. എങ്ങനെ നമ്മൾ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസേഴ്സ് കണ്ടുപിടിക്കുക രണ്ട് നമ്പറിൻ്റെ? ഇപ്പോൾ സപ്പോസ് 6ഉം 24 അല്ലെങ്കിൽ 12ഉം 24 രണ്ട് നമ്പേഴ്സ് വന്നിട്ട് നിങ്ങളോട് ഹയസ്റ്റ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം 12ൻ്റെ എന്താണ് ഡിവൈസേഴ്സ് എഴുതുക. ഏതൊക്കെയാണ്? 2, എന്താണ് 3, 4, 6, 12 itself. ഓക്കെ. ദെൻ അടുത്ത 24ൻ്റെയോ അതും 2, 3, 4, 8 അല്ലേ? 6, 12, 24 itself. സോ ഇതിൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഏതാണ്? രണ്ടിൻ്റെയും കൂടെ കോമൺ ആയിട്ട് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ 12നെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് GCD. അപ്പോൾ ഇതൊക്കെ അറിയണം, GCD ഓഫ് 2 നമ്പേഴ്സ് എന്ന് അറിയുന്നത്. ഇത് ബേസ് ആണ്. ഇനി അടുത്ത ഹെഡിങ് കൊടുക്കാം നമുക്ക്, ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഏതൊരു നമ്പറിനെ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഏത് നമ്പറിനെ, ഇപ്പം നിങ്ങൾ ഏത് നമ്പർ വേണമെങ്കിലും എടുത്തോ, ഏത് നമ്പറിനായാലും നമുക്ക് പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനായിട്ട് എഴുതാൻ പറ്റും. ഏതൊരു നമ്പറിനെ നമുക്ക് പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനായിട്ട് എഴുതാം. ഓക്കെ, എക്സാമ്പിൾ ഇപ്പോൾ ഇതിനെ നമുക്ക് 2 × 55 എന്ന് എഴുതാം, അല്ലേ? 110നെ എഗെയിൻ ഈ 2 × 55നെ 5 × 11 എന്ന് പറയാം. അപ്പോൾ നോക്കിയേ, ഇതിൻ്റെ പ്രത്യേകത എന്താ? 2 × 5 × 11 എന്ന് വെച്ചാൽ 2 ഒരു പ്രൈം നമ്പറാണ്, 5 പ്രൈം നമ്പറാണ്, 11 പ്രൈം നമ്പറാണ്, അല്ലേ? ഇനി മറ്റൊരു എക്സാമ്പിൾ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഒരിച്ചിരി മറ്റൊരു എക്സാമ്പിൾ 48. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 24 എന്ന് എഴുതാം, അല്ലേ? ഇനി ഇതിനെയോ 2 × 2 × 12 എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഇനി ഇതിനെയോ 2 × 2 × 6 എന്ന് എഴുതാം. ഓക്കെ, എഗെയിൻ 2 × 2 × 2 × 2 × 3. അപ്പോൾ എത്ര 2 ഉണ്ട്? 4 2. അപ്പോൾ ഇതിന് നമുക്ക് 2⁴ × 3 എന്ന് എഴുതിക്കൂടെ? എഴുതാം. അപ്പോൾ ഒരു ഇക്വേഷൻ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, 2 ഒരു പ്രൈം നമ്പറാണ്, 3 ഒരു പ്രൈം നമ്പറാണ്. 2 ഒരു പ്രൈം നമ്പറാണ്. ഓക്കെ, 2, 3 ഇതൊക്കെ പ്രൈം നമ്പേഴ്സാണ്. ഇനി നമുക്ക് ഈ തിയറം എങ്ങനെ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തിയറം ഇത്രേ പറഞ്ഞുള്ളൂ. എവറി ഇൻഡിജർ ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ഫോർ ഓൾ പ്രൈംസ്, ദാറ്റ് ഈസ് എല്ലാ പ്രൈം നമ്പേഴ്സ്, അതാണ് ഈ പറയുന്ന P1, P2, P3 എല്ലാ പ്രൈം, അതായത് ഏതൊരു നമ്പറിനെയും നമുക്ക് പ്രൈമിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതാൻ പറ്റില്ലേ? ആ പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാൽ P1 > P2 > P3 എക്സെട്ര അപ് ടു Pn. ഓക്കെ, എക്സെട്ര അപ് ടു Pn. ഇത്രയും പ്രൈം നമ്പേഴ്സിനെ ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ്, എങ്ങനെ എഴുതാൻ പറ്റും? P1 raised to n1 into P2 raised to n2 into എക്സെട്ര അപ് ടു Pn raised to nn. ഓക്കെ, അല്ലെങ്കിൽ nk, pk raised to nk. ഓക്കെ, nk ഇങ്ങനെ എഴുതിക്കൂടെ? അതല്ല ഇപ്പോൾ എഴുതാം 2⁴ × 3⁴ എന്നുള്ള ഫോർമാറ്റിൽ എഴുതാം. ഇത് ഈ P1, P2, P3 ഒക്കെ എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. ഇതിനെയാണ് നമ്പർ തിയറി എന്ന് പറയുക. ഇതാണ് നമ്പർ തിയറി. ഇനി ഇത് നിങ്ങൾ പഠിച്ചതാണ്, ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്പർ തിയറിയാണ്. ഇനി അടുത്ത ഒരു തിയറം പഠിപ്പിക്കാൻ പോവാണ്. അടുത്ത ഒരു തിയറം, ആ തിയറത്തിൻ്റെ പേര് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അടുത്ത തിയറത്തിൻ്റെ പേരാണ് ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം. എന്താണ്? ഫെർമാറ്റ് ലിറ്റിൽ തിയറം. ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം. ഓക്കെ, ഫെർമാറ്റ് ലിറ്റിൽ തിയറം. അപ്പോൾ അതെന്താണെന്ന് പറയട്ടെ.
ഓക്കെ, പി എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ഉണ്ട്, പി എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ഉണ്ട്, എ എന്ന് പറയുന്ന മറ്റൊരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്, പി എന്ന് പറയുന്ന ഒരു പ്രൈം ആണ്, എ എന്ന് പറയുന്ന മറ്റൊരു പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ എന്ത് എഴുതാൻ പറ്റും? ഒരു പ്രത്യേകത ഉണ്ട്, എ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ പി. പി ഒരു പ്രൈം നമ്പർ ആണ്, എ എന്ന് പറയുന്ന പോസിറ്റീവ് ഇൻറ്റിജർ ആണ്, അതിന് നോട്ട് ഡിവിസിബിൾ ബൈ പി ആണ്. എ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ പി ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എ റൈസ് ടു പി മൈനസ് 1, എ റൈസ് ടു പി മൈനസ് 1 ഈസ് ഈക്വൽ ടു 1 എന്താണ് 1 മോഡ് പി, 1 മോഡ് പി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ദിസ് ഈസ് ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം. പി ഒരു പ്രൈം നമ്പർ ആണ്, എ ഒരു ഇൻറ്റിജർ ആണ്, പക്ഷേ എ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ പി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എ റൈസ് ടു പി മൈനസ് 1 ഈസ് ഈക്വൽ ടു 1 മോഡ് പി. അതല്ലെങ്കിൽ മറ്റൊരു രീതി എങ്ങനെ എഴുതാൻ പറ്റും? GCD ഓഫ് ഈ പറഞ്ഞ നോട്ട് ഡിവിസിബിൾ ബൈ എന്നുള്ളതിന് നോട്ട് ഇപ്പോൾ GCD ഓഫ് എ കോമ പി എന്ന് പറയുന്നതായിരിക്കും 1. GCD ഓഫ് എ കോമ പി എന്ന് പറയുന്നതായിരിക്കും 1 ആയിരിക്കും അല്ലേ? അതായത് ഇറ്റ് നോട്ട് ഡിവിസിബിൾ പി. അങ്ങനെയാണെങ്കിൽ ഇതാണ് തിയറം. തിയറം പറയുന്നത് എ റൈസ് ടു പി മൈനസ് 1 ഈസ് ഈക്വൽ ടു 1 മോഡ് പി. ഇതാണ് ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം എന്ന് പറയുന്നത്. ഓക്കെ, ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം. ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത എന്ത് പറഞ്ഞാൽ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. നോക്കിയേ, ഒരു ക്വസ്റ്റ്യൻ ഇടുകയാണ്. നോക്കിയേ, ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ remainder of 3 raised to 10. Find the remainder of 3 raised to 10 when divisible by 11. When divisible by 11. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? എ റൈസ് ടു പി മൈനസ് 1 ഈസ് ഈക്വൽ ടു 1 മോഡ് പി അല്ലേ? എ റൈസ് ടു പി മൈനസ് 1 ഈസ് ഈക്വൽ ടു 1 മോഡ് പി. ഇവിടെ എന്താണ് പി? ഇവിടെ പി എന്ന് പറയുന്നത് എ റൈസ് 3 റൈസ് 10 ആയിരുന്നു. അപ്പോൾ പി എന്ന് പറയുന്നത് 11 ആയിരിക്കും. എ റൈസ് ടു 11 മൈനസ് 1 ഈസ് ഈക്വൽ ടു 1 മോഡ് പി. 1 മോഡ് 11 അല്ലേ? പിയുടെ വാല്യൂ 11 ആണ്. അപ്പോൾ എ എത്രയാണ്? 3. എ മാറ്റിയില്ല നമ്മൾ. 3 റൈസ് ടു 11 മൈനസ് 1 ഈസ് ഈക്വൽ ടു 1 മോഡ് 11. അപ്പോൾ 3 റൈസ് ടു 10 ഈസ് ഈക്വൽ ടു 1 മോഡ് 11. ഓക്കെ, അപ്പോൾ ഇതിനെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ ആൻസർ റിമൈൻഡർ ബൈ 1 കിട്ടും. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം ആയി. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറന്റെ എന്താണ് ആ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. അടുത്ത ആളാണ് യൂളേഴ്സ് ടോഷ്യന്റ് ഫംഗ്ഷൻ. യൂളറിന്റെ ടോഷ്യന്റ് ഫംഗ്ഷൻ. ടോഷ്യന്റ് TOTIE ടോഷ്യന്റ് ഫംഗ്ഷൻ. യൂളേഴ്സ് ടോഷ്യന്റ് ഫംഗ്ഷൻ. യൂളേഴ്സ് ടോഷ്യന്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഫൈ ഓഫ് എൻ എന്നാണ്. ഫൈ ഓഫ് എൻ എന്നാണ്. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? എന്താണ് യൂളേഴ്സ് ടോഷ്യന്റ് ഫംഗ്ഷൻ പറയുന്നത്? ഫൈ ഓഫ് എൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ലെസ് ദാൻ ദാറ്റ് എൻ ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു എൻ. ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം. ലെസ് ദാൻ എൻ ആണ് അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിജേഴ്സ് ദാറ്റ് ഈസ് ലെസ് ദാൻ എൻ ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം. ഈ എന്നിനേക്കാളും താഴെയുള്ള ഇൻഡിജേഴ്സ് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള integers that are less than n. n-നേക്കാളും ചെറിയ റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇൻഡിജേഴ്സ് ഇനിയാണ് നമ്മൾ എന്താ പറയാ യൂളേഴ്സ് ടോഷ്യന്റ് ഫംഗ്ഷൻ വെച്ച് റിസൾട്ട് കിട്ടുക. അപ്പം 5 of 4 ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 5 of 4 ഏതൊക്കെയാണ് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ്? ഏതൊക്കെയാണ് റിലേറ്റീവ്ലി പ്രൈം? ഏതൊക്കെയുണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഓക്കെ, 1നെ വിട്. 1, 2, 3. 2 എന്ന് പറയുന്നത് റിലേറ്റീവ്ലി പ്രൈം അല്ല. 1, 2, 3 ലെസ് ദാൻ 4 ആണ് അല്ലേ? അപ്പോൾ റിലേറ്റീവ്ലി പ്രൈം. അപ്പോൾ 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൂടെ? അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് റിലേറ്റീവ്ലി പ്രൈം. അപ്പോൾ 1 ഉം 3 ഉം ആണ്. ഏതാണ് 5 of 4 എന്ന് പറഞ്ഞാൽ 1 ഉം 3 ഉം. ക്ലിയർ യൂളർ ടോഷ്യന്റ് ഫംഗ്ഷൻ. ഓക്കെ, ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ മറ്റു രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. യൂളേഴ്സ് ടോഷ്യന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു പിയുടെ ഒരു പ്രൈം നമ്പറിന്റെ യൂളേഴ്സ് ടോഷ്യന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൈം നമ്പറിന്റെ യൂളേഴ്സ് ടോഷ്യന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ P-1 എലമെന്റ്സ് ആയിരിക്കും അല്ലേ? P-1 ആയിരിക്കും. എന്നാൽ പിന്റെയും ക്യൂവിന്റെയും കൂടെ പിയും ക്യൂവും പ്രൈം ആണ്. അങ്ങനെയാണെങ്കിൽ യൂളേഴ്സ് ടോഷ്യന്റ് ഫംഗ്ഷൻ ഓഫ് P, P into Q അല്ലെ PQ എന്ന് പറയുന്നതായിരിക്കും അറിയോ? P-1 into Q-1 ആയിരിക്കും. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പം യൂളേഴ്സ് ടോഷ്യന്റ് ഫംഗ്ഷൻ ഓഫ് PQ എന്ന് പറയുന്ന P-1 into Q-1 എലമെന്റ്സ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത
ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ആ ടോപ്പിക്കിന്റെ പേരാണ് യൂളേഴ്സ് തിയറം. യൂളേഴ്സ് ടോർഷൻ ഫംഗ്ഷൻ ഇപ്പോൾ പഠിച്ചു. ഇനിയുള്ളത് യൂളേഴ്സ് തിയറം. യൂളേഴ്സ് തിയറം. സോ യൂളേഴ്സ് തിയറം എന്താണെന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കാം. യൂളേഴ്സ് തിയറം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല. യൂളേഴ്സ് തിയറം states that for every a and n, a is an integer, n is another integer, that are relatively prime, രണ്ടുപേരും relatively prime ആണ് എങ്കിൽ a raised to 5 of n is equal to a raised to 5 of n. 5 of n നമുക്കറിയാം എന്താണ്, യൂളേഴ്സ് ടോർഷൻ ഫംഗ്ഷൻ ആണ്. a raised to 5 of n is equal to 1 mod n. ഇതാണ് യൂളേഴ്സ് തിയറം പറയുന്നത്. 1 mod n ആയിരിക്കും. 5 of n എന്ന് വെച്ചാൽ യൂളേഴ്സ് ടോർഷന്റെ ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണ്. നോക്കി, n ഈസ് ഈക്വൽ ടു, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. n എന്ന് പറയുന്ന വാല്യൂ യൂളേഴ്സ് തിയറം പറയണേ. ഇപ്പൊ യൂളേഴ്സ് തിയറം എന്താ പറഞ്ഞേ, ഒന്നും കൂടെ പറഞ്ഞേ. യൂളേഴ്സ് തിയറം എന്താ പറഞ്ഞേ? a raised to ഒന്ന് പറയും, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണ് a raised to 5 of n is equal to a raised to 5 of n is equal to 1 mod n എന്നുള്ളതാണ്. ഇത് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇനി നമുക്ക് ആ പ്രോബ്ലം ഒന്ന് എടുക്കുകയാണ്. ഞാൻ പ്രോബ്ലം ഒന്ന് എടുത്തോട്ടെ. ഓക്കെ, n is equal to 4 and a is equal to 7. n a തന്നു അല്ലേ? a raised to 5 of n is equal to 1 mod. അപ്പൊ ഇതിന് ആൻസർ എന്ന് പറയാമോ? അപ്പൊ n is equal to 4, n equal to 4 ആകുമ്പം 5 of n എത്രയാണ്? 5 of n എന്ന് പറയുന്നത് 2 എലമെന്റ് ആ വരിക. അതൊക്കെ 1ഉം 3ഉം. അപ്പൊ ആൻസർ 2. 5 of n എന്ന് പറഞ്ഞാൽ 2 എലമെന്റ് 2 എന്നെടുക്കുക. 5 of n is 2 എന്നെടുക്കുക. ഓക്കെ, 2 എലമെന്റ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്താണ്? a raised to 5 of n is equal to 1 mod n ആണല്ലോ. a raised to 5 of n is equal to 1 mod. ഇവിടെ എഴുതാം a raised to 5 of n is equal to 1 mod n. ഓക്കെ, അപ്പൊ a എത്ര ഇവിടെ? 7 raised to 5 of n എത്ര? 5 of n is 2 is equal to 1 mod n എത്രയാ? n എത്രയാ? 4 അല്ലേ? 4. അപ്പം 49 is equal to 1 mod 4. എത്ര കിട്ടും? എങ്ങനെ സോൾവ് ചെയ്യാം? അപ്പോൾ 49 is equal to 1 mod 4. അപ്പോൾ എങ്ങനെ എഴുതാം? 49 divided by 4. 4 2 8 1. എത്ര ആൻസർ? 1. That is 49 when divided by 4 gives remainder 1. അപ്പോൾ ആൻസർ ഈസ് 1. കണ്ടാ? ക്ലിയർ ആയ? അതുപോലെ മറ്റൊരു എക്സാമ്പിൾ 2 11 നിങ്ങൾ നോക്കി. a is equal to 2ന്റെയും a equal to 2 and n equal to 11 നിങ്ങൾ ചെയ്ത് നോക്കുക. എത്ര കിട്ടുമെന്ന് ചെയ്ത് നോക്കുക. കിട്ടാം. അടുത്ത ഒരു തിയറം പഠിക്കുകയാണ്. ആ തിയറത്തിന്റെ പേര് യൂക്ലിഡിയൻ അൽഗോരിതം. തിയറം അല്ല, അൽഗോരിതം ആണ്. യൂക്ലിഡിയൻ അൽഗോരിതം. വായിക്കട്ടെ എന്നാ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇവിടെ പഠിച്ച കാര്യങ്ങൾ ഓർക്കുക. പ്രൈം നമ്പർ, GCD, ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്, ഫെർമാറ്റ് സ്പ്ലിറ്റ് തിയറം, യൂളേഴ്സ് ടോർഷൻ ഫംഗ്ഷൻ, യൂളേഴ്സ് തിയറം. ഓക്കെ, ഇനി അടുത്ത് തലയില്ലാത്തൊന്ന് വായിക്കുകയാണേ. അടുത്ത യൂക്ലിഡിയൻ തിയറമാണ്. യൂക്ലിഡിയൻ അൽഗോരിതം. ഓക്കെ, അൽഗോരിതം അല്ല, തിയറം പോലെ തന്നെ കേട്ടോ. 2 ഇന്റിജേഴ്സ് എയും ബിയും, a and b are greater than or equal to 0. എയും ബിയും 0യേക്കാളും കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. നോക്കിയേ, GCD ഓഫ്, ഇതൊരു പ്രോബ്ലം ആണ് കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കും. GCD ഓഫ് a, b. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? GCD ഓഫ് b, a mod b. ഇതൊരു തിയറാണ്, മറക്കാൻ പാടില്ല. a mod b, a mod b. ഇതെങ്ങനെ സോൾവ് ചെയ്യും? ഇതൊരു തിയറമാണ്. നോക്കിയാൽ GCD ഓഫ് a, b യൂക്ലിഡിയൻ അൽഗോരിതം വെച്ച് സോൾവ് ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. GCD ഓഫ് a, b is equal to GCD ഓഫ് b, a mod b. ഇങ്ങനെ ചെയ്താലേ ആൻസർ അവർ നോക്കത്തുള്ളൂ, അല്ലാതെ GCD കണ്ടുപിടിച്ചാൽ ആൻസർ കിട്ടില്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, GCD ഓഫ് 55 mod 22. 55, 22. ഇതിൻ്റെ GCD ഒന്ന് കണ്ടുപിടിക്കാമോ? നോക്കിക്കോ. GCD ഓഫ് 55 അല്ല, mod b അല്ലേ? അപ്പം 22, 55 mod 22. mod 22 എന്ന് വെച്ചാൽ റിമൈൻഡർ. എത്ര കിട്ടും? ഫിസിക്കൽ ടു
GCD of 22, 11. Again GCD കണ്ടുപിടിക്കും. ഇതേ ഇക്വേഷൻ GCD of 22 അല്ല 11 അല്ലേ, ബി അല്ലേ വരണ്ടേ, ബി 22 mod 11. കിട്ടും 22 mod 11 is 2 0 അല്ലേ. ദാറ്റ് ഈസ് GCD of 11. GCD of 11, 0. എത്രയാ GCD of 11, 0? ദാറ്റ് ഈസ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. എത്രയാ? 11. ആൻസർ ഈസ് 11. ദാറ്റ് ഈസ് ഈ റൂൾ ഓർക്കുക. GCD of any 1, 0 എന്ന് പറഞ്ഞാൽ എ തന്നെ, ആൻസർ എ തന്നെ വരും കേട്ടോ. A, 0 എന്ന് പറയുന്നത് എ തന്നെ കിട്ടും, മറക്കരുത്. ഓക്കെ, എല്ലാ അൽഗോരിതത്തിലും ഇതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ, 2-3 ക്വസ്റ്റ്യൻ ഞാൻ തരികയാണ്, നിങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടി നോട്ട്ബുക്കിൽ ഉണ്ടാവണം. ഒന്ന് GCD of 18, 12. അടുത്ത GCD of ഇത് നോട്ട്ബുക്കിൽ ഉണ്ടാവണം. GCD of 18, 12, 11, 10. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനുകളാണ്. ഓക്കെ, ഇത് ഓക്കെ അല്ലേ? ഇത് വെറും സിമ്പിൾ അല്ലേ? ഇനി അടുത്ത യൂക്ലിഡിയൻ അൽഗോരിതം തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അത് അടുത്ത വീഡിയോയിൽ കാണാം.